ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് പ്രണയബന്ധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്. ലൈഫിൽ എല്ലാറ്റിനും ഒരാളുണ്ടാവുക, എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരിലേക്ക് ശീലം ഉണ്ടാവുകയാണ്. മിക്കവാറും സംസാരിച്ച് സംസാരിച്ച് നമ്മൾ അവരിലേക്ക് അഡിക്ഷൻ ഉണ്ടാവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡിക്ഷൻ ഉണ്ട് എന്ന് അവർക്ക് സ്വയം തോന്നാത്തിടത്തോളം കാലം മറ്റൊരാൾ നിങ്ങൾ അഡിക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഇവരാരും സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഇവർ അഡിക്റ്റഡ് ആണെന്ന് അറിയാം, അവർക്ക് സ്വയം അഡിക്ഷൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അഡിക്ഷൻ തിരിച്ചറിയാത്ത ഒരു ബന്ധത്തിനെയും ഒരു കാര്യത്തിലും, അതായത് ഈവൻ ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആണെങ്കിലും അതിനെയൊന്നും നമുക്ക് തിരുത്താൻ സാധിക്കില്ല. സ്വയമാണ് ആദ്യം മനസ്സിലാവേണ്ടത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് കാര്യങ്ങളാണ് അവരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമുണ്ടാവുക. നമുക്ക് നമ്മളായിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ട മാതിരിയൊക്കെ നമ്മൾ നിൽക്കും. എന്നിട്ട് നിങ്ങളിത് സ്വന്തമാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ പഴയ ഒരു രീതിയിലേക്ക് ഇങ്ങോട്ട് വരും. ഈ പഴയ രീതിയിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, മറ്റൊരാൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഒരു മര്യാദയ്ക്ക് ആവാന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുമ്പോൾ. പിന്നെ ഈ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങളുടെ എല്ലാ സമയത്തും നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതും സാധിക്കുന്ന ഒരു കാര്യമല്ല. റിയാലിറ്റീനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ഇഷ്ടത്തിലേക്ക് പോകുന്ന സമയം 24 hours അല്ല, അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളുടെ ഒപ്പം ഒരു കാര്യമാണ് എന്ന രീതിയിൽ നമുക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. 24 hours നമ്മൾ ഒരാളിലേക്ക് തന്നെ ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുക. പിന്നെ അവർക്ക് സമയമില്ലാണ്ടാവും. പിന്നെ അവർക്ക് നമ്മളെ വർത്തമാനം പറയാൻ നേരില്ല. നമ്മൾ പണ്ട് സംസാരിച്ചിരുന്നവർക്ക് ഓക്കെ അല്ല. നമ്മളിൽ കുറേ കുറ്റങ്ങൾ കാണുന്നു. നീ അന്ന് അങ്ങനെയല്ല സംസാരിച്ചത്, നീ ഇങ്ങനെയല്ല സംസാരിച്ചത്, ഞാൻ ഭയങ്കര ബിസിയല്ലേ, എനിക്ക് അറിയാഞ്ഞിട്ടാണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറയും. അതുവരെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും ആദ്യം ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല, അവരാരും നിങ്ങളെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും പാടില്ല. കാരണം അതെന്തായാലും ഉണ്ടാവും. നിങ്ങൾ ഒരു ബൗണ്ടറി നിങ്ങൾ സ്വയം വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും എവിടെ നിന്നാണെങ്കിലും ഈ വേദനിപ്പിക്കലുണ്ടാവും. എല്ലാവർക്കും ഒരേമാതിരി നിൽക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ ഒരു ലെവലിൽ എപ്പോഴും നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ അത് കൊടുക്കാൻ സാധിക്കും. ഇത് ഓവറായിട്ട് ഒരുപാട് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം കൊടുക്കാനൊന്നും ഇല്ലാണ്ടാവും. പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് മുഴുവൻ ആർട്ടിഫിഷ്യലായിട്ടും വരാറുണ്ട്. ഇനി ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അത് രണ്ടുപേർക്കും ഒരേമാതിരി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മളിലേക്ക് വന്നൊരു വ്യക്തിക്ക് നമ്മളെ ഇനി ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഇല്ല, ആ വ്യക്തിക്ക് ഇനി നമ്മളെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ കാരണം നിങ്ങൾ മോശമായിട്ടല്ല, അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഓക്കെ, അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ ഇഷ്ടം അവിടെ ഉണ്ടായിരിക്കാം, അവരങ്ങനെ ചെയ്തു വെച്ച് നമുക്ക് അവരോട് വളരെ ബാഡായി പെരുമാറണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി അവരുടെ ഇഷ്ടത്തിനെ പിടിച്ചൊളിച്ച് കൊണ്ടുവരാനും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പലതും ഇൻവെസ്റ്റ് ചെയ്ത് മണി ആൻഡ് ടൈം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ലോസ് ആവുന്ന ഒരു രീതിയിലുണ്ടാവും. അപ്പോൾ മിനിമം ക്വാളിറ്റി ഉണ്ടാവുന്ന ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞ് മനസ്സിലാക്കി പോരുന്ന ബന്ധങ്ങളുമല്ല. പലപ്പോഴും ഈ ബന്ധങ്ങളിൽ ചെന്നിരിക്കുമ്പോഴാണ് പല ബന്ധനങ്ങളും തിരിച്ചറിയുന്നതും. തിരിച്ചും നടക്കാൻ തുടങ്ങുന്ന സമയത്ത് കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് സ്പേസ് ഇല്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷെ അത് മാത്രം ആർക്കും സാധിക്കില്ല. ബിക്കോസ് അതൊരു അഡിക്ഷൻ ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭയങ്കര പാനിക് അറ്റാക്ക് ഉണ്ടാവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവും. അയ്യോ ഇനി എനിക്ക് മിണ്ടാൻ പറ്റില്ലെങ്കിൽ എന്തുണ്ടാവും, മിണ്ടാൻ പറ്റില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നുകയാണ് കുറച്ച് സമയത്ത്. എത്ര വേദനിപ്പിച്ച ഒരാളുടെ പിന്നാലെയും ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര പ്രാവശ്യമാണ് ഒരാൾക്ക് നമ്മളിങ്ങനെ അവസരം കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം നിങ്ങൾ അവസരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങളുടെ വാല്യൂ ഇല്ലാണ്ടാവുന്നത്. നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഉണ്ടാവും, നിങ്ങളെവിടെ ചവിട്ടിക്കൂട്ടാനുള്ളതായെന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരികയാണ്. ബന്ധങ്ങളിൽ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബൗണ്ടറി വെച്ചേ പറ്റൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോരുത്. പിന്നെ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളെന്നല്ല, എല്ലാ ബന്ധങ്ങളും നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അത് അവിഹിതമാണെങ്കിലും ഹിതമാണെങ്കിലും ഏത് ബന്ധത്തിലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേമാതിരി അല്ല ഇരിക്കുക. അവിടെ ഡിമാൻഡിങ് ആയിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഏത് ബന്ധത്തിലാണെങ്കിലും അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, ബന്ധങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ തന്നെ എല്ലാവരും ഇറിറ്റേറ്റഡ് ആവും.
അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരി ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന, അവരുടെ ഇൻഡിപെൻഡൻസ് കളയുന്ന, അവരുടെ ഫ്രീഡം കളയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും ഇതേ താഴ്ത്ത് കിടക്കണം എന്ന അവസ്ഥയിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. അല്ലാതെ വെറുതെ ചുമ്മാ കയറി എല്ലാവർക്കും ഒരു അവിഹിതമാവും എനിക്കൊരു അവിഹിതമാവാമെന്ന് പോണവരും, എന്നാൽ ചുമ്മാ ഞാനങ്ങ് കയറി പ്രണയിക്കുക എന്ന് പറഞ്ഞു പോണവരും ദയവ് ചെയ്തിട്ട് പോവാതിരിക്കുക. ആഫ്റ്റർ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്നത് മനസ്സുകളാണ്. അതെല്ലാവർക്കും ഒരേമാതിരി താങ്ങണം എന്നുണ്ടാവില്ല. ഒരു സുപ്രഭാതത്തിൽ ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. കാരണം ചില ആൾക്കാരുണ്ടല്ലോ, വരുന്ന വഴി എല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ കൂടിയതായിരിക്കും, തിരിച്ചു പോകാനുള്ള വഴി അവർ മറന്നിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ നിങ്ങളുടെ കൂടെ എന്ന് പ്രതീക്ഷിച്ച് വന്ന ആൾക്ക് തിരിച്ച് നിങ്ങളില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്കെല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് മറ്റൊരാൾക്ക് ഓക്കെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഒരു കാരുണ്യം അല്ലെങ്കിൽ കരുണ എന്ന് പറഞ്ഞത് കാണിക്കുക. ഒരു വ്യക്തിയോട് പറഞ്ഞു മനസ്സിലാക്കി അവരെ മാക്സിമം അവരുടെ പ്രശ്നമല്ല എന്ന് പറയുക. ഏത് ബന്ധത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് റെസ്പെക്റ്റ് അവർക്ക് ഉണ്ടാവുന്ന രീതിയിൽ, അവരുടെ സെൽഫ് എസ്റ്റീമിനെ കൂട്ടുന്ന രീതിയിൽ വേണം സംസാരിച്ചിട്ട് നമ്മൾ മാറിപ്പോവാൻ. പറഞ്ഞിട്ട് പോവുക എന്നുള്ളത് ഒരു മിനിമം ഒരു ക്വാളിറ്റിയാണ്. എത്രയായാലും നിങ്ങളുടെ കൂടെ കൂടിയതല്ലേ, ഒന്ന് പറഞ്ഞിട്ട് പോകാനെങ്കിലും നിങ്ങൾക്ക് തോന്നേണ്ടത് അത്യാവശ്യമല്ലേ. അതുപോലും പറയാതെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയാണെങ്കിൽ അയാൾ എവിടെയാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവരെവിടെയാണ് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത്? അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഇന്നും നിങ്ങളൊക്കെ വിഷമിക്കുന്നത്. അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയല്ല, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. താങ്ക് യു.